ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പുറത്ത് ഗാർഡൻ ലൈറ്റ്സ് ആണെങ്കിലും ഗേറ്റിൻ്റെ ലൈറ്റുകളാണെങ്കിലും കൊടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്ത്, അതായത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ പുറമെയാണല്ലോ ഏറ്റവും കൂടുതൽ മഴ നനയുന്ന ഏരിയകൾ കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാനും വയർ ഉൾപ്പെടെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, വെള്ളം ഇറങ്ങി. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ മെയിൻ്റെനൻസ് കൂടി സിമ്പിളാക്കി ചെയ്യാവുന്ന രീതിയിലുള്ള എങ്ങനെ ചെയ്യാവുന്ന ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണോ ഗാർഡൻ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ടത് അവിടെ നമ്മൾ പോകുന്നത് മെയിനായിട്ട് വരുന്ന വയറുകൾ വരുന്ന സമയത്ത് നമ്മളൊരു 4 മെയിൻ ജംഗ്ഷൻ ബോക്സുകളായിട്ട് വെച്ച് കൊടുക്കും. 4 PVC ബോക്സ്, അതിൽ നിന്നും മുകളിലേക്ക് സെപ്പറേറ്റ് പൈപ്പുകൾ വെട്ടി ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയായിരിക്കും ഈ പറയുന്ന ജംഗ്ഷൻ ബോക്സുകളായിരിക്കും 4 PVCയിലായിരിക്കും ഈ പറയുന്ന വയറുകളെല്ലാം വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെക്ഷൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ മൊത്തം അഴിച്ചിട്ട്, അതായത് മൊത്തം ഈ കട്ടയും കാര്യങ്ങളൊക്കെ വിരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിലത്ത്. അതായത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇന്നാണോ പ്രശ്നം ഔട്ടാണോ പ്രശ്നം എന്ന് കറക്റ്റായിട്ട് മെഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കറക്റ്റ് ഡിസൈൻ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ജംഗ്ഷനുകൾ, പുറത്തുള്ള ജംഗ്ഷനുകളിൽ നേരെ നമ്മൾ ഇൻപുട്ട് വരുന്നു, അതായത് നേരെ വീടിൻ്റെ അകത്ത് നിന്നുള്ള സ്വിച്ചിൽ നിന്ന് വരുന്നത് നേരെ ഈ പറയുന്ന ബോക്സുകളിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്നുമാണ് എല്ലാ ലൈറ്റുകളിലേക്കും പോകുന്നത്. അങ്ങനെ പോകുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന രീതിയിൽ കംപ്ലയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷം ഇത് 4 PVC ബോക്സിൻ്റെ തന്നെ ഷീറ്റുകൾ വെച്ച് അടച്ച് ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് മാത്രമല്ല, ചൈന സിസ്റ്റത്തിലുള്ള ചില ബൾബുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഷോർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു വീടിൻ്റെ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് ഗാർഡൻ ലൈറ്റ്സുകളും അതുപോലെ തന്നെ ഗേറ്റ് ലൈറ്റുകളുമാണ് വരുന്നത്. അത് വേറെ ഒന്നുമല്ല, കൂടുതൽ മഴ നനയുന്ന ഏരിയകളായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 4 PVC ബോക്സ് വെച്ചു, അതിൽ നിന്നുമാണ് ഓരോ സെക്ഷൻ. ഇത് കണ്ടോ, ഇതൊരു സെപ്പറേറ്റ് പൈപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിവിടെ ഒരു ഗാർഡൻ എടുക്കുന്ന സമയത്ത് ആ ഗാർഡനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് വന്നു നേരെ താഴേക്ക് വരുന്നത് അതെല്ലാം തന്നെ പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് അകത്തേക്ക് ഇട്ടിരിക്കുന്നത്. നേരെ ഔട്ട് വരുന്നത് ഗാർഡൻ ലൈറ്റ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു. ഇതുപോലെ തന്നെ അത്യാവശ്യം ലെങ്ത്ത് വരുന്ന ഏരിയകളിലെല്ലാം തന്നെ ജംഗ്ഷൻ ബോക്സ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല, അവിടേക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ, ഇവിടെ ഒരു പുറത്തൊരു ബോക്സ് വന്നിട്ടുണ്ട്. ആ ബോക്സിലേക്കാണ് നമ്മൾ പൈപ്പ് കാര്യങ്ങൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുമാണ് വയറ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ വയറ് വരുന്നത് നേരെ വന്നതിന് ശേഷം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ ബോക്സിലേക്കാണ് നമ്മുടെ വയറ് കാര്യങ്ങളെല്ലാം വരുന്നത്. ആ വയറ് അവിടെ നിന്നുമാണ് എല്ലാ ലൈറ്റുകളിലേക്കും കാര്യങ്ങളും എല്ലാം പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ കംപ്ലയിൻറ്റുകൾ ഇനി വേണമെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഈ പുറമെയുള്ള സെക്ഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു ELCB വേണമെങ്കിൽ കൊടുക്കാം. സെപ്പറേറ്റ് ELCB നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ പറയുന്ന സെക്ഷൻ, അതായത് മറ്റു സെക്ഷനായിട്ട് കൺവേർട്ട് ആവില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ ഗേറ്റിൻ്റെ ലൈറ്റ്, അത് പുറമേ വരുന്ന ലൈറ്റ്സുകൾ നമ്മുടെ തന്നെ ഏരിയൽ ലൈറ്റ്സിന് വേണ്ടി സെപ്പറേറ്റ്, ന്യൂട്രൽ ഉൾപ്പെടെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു സിംഗിൾ ഫേസ് ELCB കൊടുക്കുക. 2 പോൾ ELCB അല്ലെങ്കിൽ RCCB കൊടുത്തു കഴിയുമ്പോൾ ആ സെക്ഷനിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആ RCCB മാത്രമായിരിക്കും ട്രിപ്പ് ആവുക, മറ്റ് സെക്ഷനുകളെ ബാധിക്കില്ല. അതിനധികം ചിലവ് കാര്യങ്ങൾ വരുന്നില്ല. ഈ RCCBയുടെ റേറ്റായി ഒരു 1800, ഒരു 2000-നും 1800-നും ഇടയ്ക്ക് നമുക്ക് ഈ പറയുന്ന RCCB നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോലും, പുറത്ത് മഴ നനഞ്ഞ് എന്തെങ്കിലും ലൈറ്റ് കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും മൊത്തം ട്രിപ്പായി പോയിരുന്ന അവസ്ഥ വരില്ല. ഈ ഒരൊറ്റ ഈ RCCB ആയിരിക്കും ട്രിപ്പ് ആവുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചെയ്യാനുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.